ആദ്യം തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും തൃക്കാർത്തികയുടെ ആശംസകൾ നേരെയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും വലിയ ആഘോഷമായിട്ടാണ് തൃക്കാർത്തിക മഹോത്സവമൊക്കെ നടക്കുന്നത്. അപ്പം അതിൻ്റെ ആശംസകളാണ് എല്ലാവർക്കും ആദ്യം തന്നെ തീരുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് തൃക്കാർത്തിക നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ദീപങ്ങളൊക്കെ ഈ സന്ധ്യാസമയത്ത് നിറയെ കൊളുത്തി വെച്ചിട്ട് മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹങ്ങളിലേക്ക് ആനയിക്കണം. മഹാലക്ഷ്മി വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ് വിശ്വാസം. അപ്പോൾ ദീപങ്ങൾ നിറയെ തെളിയിച്ച് വെച്ചുകൊണ്ട് ആചരിക്കണം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ദീപങ്ങൾക്ക് ഇത്ര പ്രാധാന്യം, വിളക്ക് കൊളുത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ദിവസം, അതായത് ഈ ഒരു വെളുത്ത വാവിന് പൗർണമിയുടെ അന്ന് എങ്ങനെയാണ് ദുർഗാ പൂജയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം വന്നത്, അത് ഈ